അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. ആർക്കൊക്കെയാണ് പണി? ടാസ്കുകൾ മര്യാദയ്ക്ക് കളിക്കാത്തവർക്ക് 7ന്റെ പണി ഞാൻ കൊടുക്കും. അതുപോലെ തന്നെ പേരിടൽ ടാസ്ക് ഉണ്ടായിരുന്നല്ലോ, ആ ഒരു ഓമന പേരിടൽ ടാസ്ക്. ആ ടാസ്കിനെ വികൃതമാക്കിയവരെ ഞാൻ വെറുതെ വിടില്ല എന്നാണ് ലാലേട്ടൻ പറയുന്നത്. ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. സംശയമുണ്ടോ? അല്ല, അങ്ങനെ വേണ്ടേ എന്ന് ചോദിക്കുന്നുമുണ്ട്. വേണം, അത് വേണം, അതില്ലാതെ പറ്റുകയില്ല. അപ്പോ ടാസ്കുകളിൽ കടന്ന് അലമ്പ് കാണിച്ച സകല എണ്ണത്തിനെ ലാലേട്ടൻ തൂക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത്. മറ്റൊരു കേസ് എന്ന് പറയുന്നത് നമ്മുടെ അക്ബർ മിക്കവാറും പണി പാളുമെന്നാണ് തോന്നുന്നത്. അക്ബറിന് ഇന്ന് എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. കാരണം ആ രേണു സുധിയെ ആ പറഞ്ഞ കാര്യം, സെപ്റ്റിക് ടാങ്ക് വിളി, അത് സീനാക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. സോ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ 7ന്റെ പണിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. പണി വരുന്നുണ്ടവർ. അതോടൊപ്പം തന്നെ ബിഗ് ബോസ് പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, അതവിടെ ലംഘിക്കപ്പെട്ടു. മേക്കപ്പ് സാധനങ്ങളുടെ ഉപയോഗം വളരെ മോശം കാര്യം, വളരെ മോശം കാര്യം. ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയോട് റെസ്പെക്ട് ഇല്ലാത്ത കുറെ കണ്ടസ്റ്റൻസ് അതിനകത്തുണ്ട്. അവരിൽ പലരും നല്ല കണ്ടസ്റ്റൻസ് ആണ്, പക്ഷെ എല്ലാത്തിനെയും ഒന്ന് എടുത്ത് കൊടയേണ്ടത് ആവശ്യം തന്നെയാണ്. ഒരു വിലയുമില്ല ബിഗ് ബോസിന്. തീർച്ചയായും ലാലേട്ടൻ ഇന്ന് ആ പണിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. കുളിച്ച് മിടുക്കനായിട്ട് നിൽക്കുക, പണി ഞാൻ തരുന്നുണ്ട്. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.